ദുൽഖർ സൽമാൻ ഇന്ന് പാൻ-ഇന്ത്യൻ തലത്തിൽ ഏറെ അറിയപ്പെടുന്ന മലയാള താരങ്ങളിൽ പ്രധാനിയാണ്. മലയാളത്തിലാണ് കരിയർ തുടങ്ങിയെങ്കിലും പ്രശസ്ത താരം ഇന്ന് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ സ്വന്തമായി ഒരിടം ദുൽഖറിനുണ്ട്. സിനിമയുടെ ഗ്ലാമർ ലോകത്ത് നിൽക്കുമ്പോഴും തന്റെ ബാപ്പച്ചിയായ മമ്മൂട്ടിയെ പോലും തന്നെ തികഞ്ഞ കുടുംബസ്ഥനാണ് സീതാരാമൻ താരം. ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ തന്റെ കുടുംബത്തിനോടൊപ്പം, പ്രത്യേകിച്ച് ഭാര്യ അമാൽ സൂസഫിക്കൊപ്പം, മകൾ മറിയത്തിനും ഒപ്പമാണ് ചെലവഴിക്കാറുള്ളത് ദുൽഖർ സൽമാൻ ശ്രമിക്കുന്നത്. കുറച്ചുകാലം മുമ്പ് കൽബ ഫെമിൽ നൽകിയ അഭിമുഖത്തിൽ താൻ അച്ഛനായ ദിവസത്തെക്കുറിച്ചും അതിനായി മകൾ മറിയത്തെ കണ്ട ആ നിമിഷത്തെക്കുറിച്ചും ഏറെ സന്തോഷത്തോടെ ദുൽഖർ സൽമാൻ ഓർത്തെടുത്തിരുന്നു. ഭാര്യ അമാൽ ഗർഭിണിയായപ്പോൾ മകൻ ആവണമെന്ന് സൂചന നൽകിയത് ഡോക്ടർ പോലും ആദ്യം സൂചിപ്പിച്ചിരുന്നത് എന്ന് നടൻ വെളിപ്പെടുത്തി. എന്നാൽ ദുൽഖറും വാപ്പച്ചി മമ്മൂട്ടിയും ജനിക്കുന്ന പെൺകുട്ടിയാവണം എന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നു. നടന്റെ സഹോദരി സുറുമിക്ക് 2 ആൺകുട്ടികളാണ്. അതുകൊണ്ട് കൂടിയാണ് ഒരു മകൾ ഉണ്ടാവണമെന്ന് എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചത്. എന്നാൽ അമാലിന്റെ പ്രസവം നടന്നത് കുഞ്ഞിനെ കാണാൻ ചെന്നപ്പോൾ ദുൽഖർ സൽമാന് കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സർപ്രൈസാണ്. ഏത് കുട്ടിയാണെങ്കിലും ഒരു അനുഗ്രഹമാണ്. എങ്കിലും പെൺകുട്ടിയാണെങ്കിൽ നന്നായിനെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പോയത്. ഏത് കുട്ടിയാകും ഊഹിക്കാമോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ആൺകുട്ടിയാണെന്ന് അറിയാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് കാണിച്ചപ്പോൾ അപ്പോഴത്തെ മനസ്തവിൽ ഒന്നും മനസ്സിലായില്ലെന്നും ദുൽഖർ വെളിപ്പെടുത്തി. ഒന്നുകൂടി നോക്കാൻ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ജനിച്ചത് മകൾ ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ആ ആവേശത്തിൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു. ആ ഹോസ്പിറ്റൽ മുഴുവൻ അറിയിച്ചു. ഡോക്ടർമാരും നഴ്സുമാരും എൻ്റെ റിയാക്ഷൻ കണ്ട് പേടിച്ചു. ഞാൻ തുള്ളിച്ചാടിക്കൊണ്ട് ആകെ ഒച്ചയും ബഹളമായിരുന്നു. അപ്പോൾ അമാൽ ചെറിയ മയക്കത്തിലായിരുന്നു. പക്ഷേ എൻ്റെ ബഹളം കേട്ട് അവൾ കണ്ണു തുറന്നു. മറിയം എന്ന് ചോദിച്ചു. കണ്ണുകൾ വീണ്ടും അടച്ചു. അങ്ങനെ അതാണ് മോളുടെ പേര് എന്നും തീരുമാനമായി. കാരണം അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ, പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇതാവണം പേര് എന്ന് ദുൽഖർ സൽമാൻ ഒരു ചെറിയോടെ വെളിപ്പെടുത്തി. പിന്നെ ഞാൻ ഓടി പുറത്തു വന്നിട്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ബഹളം വെച്ചു. പക്ഷേ അപ്പോഴും ജനിച്ചത് പെൺകുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് കുടുംബത്തിനുള്ള ആർക്കും ഒന്നും മനസ്സിലായതുമില്ല. ഞാൻ എന്താണ് ഈ പറഞ്ഞിട്ട് പോയെന്ന്. അവരൊക്കെ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിന്നു. കാരണം അവർ ആകെ കേട്ടത് എൻ്റെ നിലവിളി മാത്രം. പിന്നെ പുറത്തു വന്ന് ഞാൻ കാട്ടിക്കൂട്ടലും മാത്രമാണ്. ആർക്കും ഒന്നും മനസ്സിലായില്ല. ദുൽഖർ സൽമാൻ ഒരു കുസൃതി ചിരിയോടെ കൂട്ടിച്ചേർത്തു. എന്തായാലും മറിയം അമീറ സൽമാൻ എന്ന മമ്മൂട്ടി കുടുംബത്തിന്റെ ഒരേയൊരു പേരമകളായി എല്ലാ വാട്സപ്പിലും അറിഞ്ഞു വളരുകയാണ്. തന്റെ പാപ്പ ദുൽഖർ സൽമാനെ പോലെ തന്നെ മറിയത്തിന് സ്കൂൾ വിദ്യാഭ്യാസം നടക്കുന്നത് ചെന്നൈയിലാണ്. താരപുത്രയെ അധികം ആർക്കും കാണാൻ കഴിയാറിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ മകളുടെ ഫോട്ടോ ദുൽഖർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട്.